ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 9ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പത്തെ 8 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ആ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ പറയുന്ന വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. കൂടാതെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ആ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. കൂടാതെ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് യുജിൻ പി ഓഡാണ്. 6 പേരെയാണ് നമ്മൾ ഇതിൻ്റെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വിന്നറായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് യൂസർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും റിസിൻ, ആദ്യലക്ഷ്മി പി, ചിന്മയ, നന്ദന, യാസീൻ എന്ന് പറയുന്ന കുട്ടികളെയുമാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നേരെ 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം ഇതാണ്: പരിസ്ഥിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അതായത് ഹൂ ഈസ് ദ ഫാദർ ഓഫ് എൻവിറോൺമെൻറ്റ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് പരിസ്ഥിതിയുടെ പിതാവ് അഥവാ ഫാദർ ഓഫ് എൻവിറോൺമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2ാമത്തെ ചോദ്യം: ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? റേച്ചൽ കഴ്സൺ എന്ന് പറയുന്ന സ്ത്രീയാണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്കോളജി എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ എക്കോളജി എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇതാണ് 3ാമത്തെ ചോദ്യം. ഏണസ്റ്റ് ഹെയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇക്കോളജി എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. 4ാമത്തെ ചോദ്യം ഇതാണ്: മേദിനി എന്ന് പറയുന്ന പുരസ്കാരം ഏതു മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പരിസ്ഥിതി മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് മേദിനി എന്ന് പറയുന്ന പുരസ്കാരം പരിസ്ഥിതി മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ്? അതായത് നമ്മുടെ ഇന്ത്യയിലെ ടൈഗറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി ആരംഭിച്ച പ്രൊജക്റ്റ് ടൈഗർ തുടങ്ങിയ വർഷം ഏതാണ്? 1973 പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുന്നത്. ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷവും 1973. അതുകൊണ്ട് ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? WG റോസൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. 7ാമത്തെ ചോദ്യം ഇതാണ്: ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ക്യോട്ടോ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പലതരത്തിലുള്ള പ്രോട്ടോക്കോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യോട്ടോ പ്രോട്ടോക്കോൾ കാലാവസ്ഥ മാറ്റവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് കാലാവസ്ഥ മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. 7ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്?
സെപ്റ്റംബർ 16-ാം തീയതിയാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്. എൻവിറോൺമെൻ്റൽ ഡേയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഓസോൺ ദിനം. ഓസോൺ ദിനം സെപ്റ്റംബർ 16-ാം തീയതിയാണ്. 9ാമത്തെ ചോദ്യം ഇതാണ്. WWFൻ്റെ പൂർണ്ണ രൂപം എന്താണ്? നമ്മുടെ ലോകത്തിലെ വൈൽഡ് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുവാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി ആരംഭിച്ചതാണ് WWF. WWFൻ്റെ ഫുൾ ഫോമാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. 10ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ ഇക്കോളജി എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളുടെ പേര് പറഞ്ഞു. എന്നാൽ എക്കോസിസ്റ്റം എന്ന് പറയുന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ഡാൻ സ്ലീ എന്ന് പറയുന്ന വ്യക്തിയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ഇക്കോളജി എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹൈക്കലാണ്. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലാണ്. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളിലാണ്, അതായത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആരാണ്? കുറച്ച് ഹയർ ലെവലിലുള്ള ഒരു ചോദ്യമാണിത്. സുനിത നാരായണൻ എന്ന് പറയുന്ന മലയാളി വനിതയാണ് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപ. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം വായിച്ച ഉടൻ തന്നെ നിങ്ങൾ ഉത്തരവും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. 1950-ൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.